അത് ഏത് പാർട്ടിയായാലും തുടർച്ചയായിട്ടുള്ള ഭരണത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അത് കൂടുതൽ കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കാം, അധികാര കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം, ഞങ്ങൾ അജയ്യരാണെന്നുള്ള തോന്നലിലേക്ക് നയിച്ചേക്കാം. അത് പാർട്ടികൾക്കുണ്ടാകേണ്ട വിനയം, ജനങ്ങൾക്ക് മുമ്പിലുള്ള വിനയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഇല്ലാതാക്കുന്നതിന് കാരണമാകാനുള്ള ഇടയുണ്ട്. വീണ്ടും ഒരു ഭരണം കൂടി വന്നാൽ അവസരവാദികളായ ധാരാളം ആളുകൾ ഇടതുപക്ഷത്ത് ചേരുകയും സ്വന്തം കാര്യങ്ങൾ സ്വാധിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യാനിടയുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ സ്വാഭാവികമായും പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ ഇല്ലാതാവുകയും അത് ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകലുകയും ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ഒരു തുടർ ഭരണം കൂടി എന്ന് പറഞ്ഞാൽ മൂന്നാം വട്ടം കൂടെ ഇടതുപക്ഷം കേരളം ഭരിക്കേണ്ടതില്ല എന്ന് നമ്മുടെ ബുദ്ധിജീവിയായ സച്ചിദാനന്ദൻ മാഷ് ചിന്തിക്കാനും പറയാനും ഉണ്ടായ കാരണമാണ് അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടുത്തിയത്. നമ്മുടെ പ്രേക്ഷകർക്ക് അത് വിശദമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മന്ദബുദ്ധികളായ ബുദ്ധൂസുകളായ നമുക്ക് ചിലർക്കെങ്കിലും അത് മനസ്സിലായി കാണില്ല. ഈ പാർട്ടി നശിച്ചു കാണാൻ പാടില്ല. ഈ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറേ അവസരവാദികൾ, സ്ഥാനാർത്ഥി മോഹികൾ എന്ന് പറഞ്ഞ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. ആ പറഞ്ഞത് ശരിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസമാണ് ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ സമ്മതം കൂടാതെ അദ്ദേഹത്തെ പുറത്താക്കിയതിന് ഒരു പ്രേംകുമാർ എന്നുള്ള ഒരു ചലച്ചിത്ര നടൻ, ഏതാനും സിനിമകളിലൊക്കെ അഭിനയിച്ച് നമ്മളെ തമാശ പറഞ്ഞൊക്കെ ചിരിപ്പിച്ചൊരു നടനാണ്. ഏറ്റവും വലിയ മഹാനടനൊന്നുമല്ലായിരുന്നു അദ്ദേഹം എന്ന് നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ടോ ഈ പാർട്ടി അദ്ദേഹത്തിനെ വിളിച്ച് ഈ അനർഹമായ ഒരു സീറ്റിൽ അദ്ദേഹത്തെ കൊണ്ടിരുത്തി എന്നുള്ള ഒരു തെറ്റ് ചെയ്തതിൻ്റെ പാപഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അദ്ദേഹത്തിനോട് ചോദിക്കാതെ വൈസ് പ്രസിഡന്റോ മറ്റോ ആയിരുന്നു, അപ്പോൾ ചെയർമാൻ സ്ഥാനം കൊടുത്തു. പിന്നെ ചെയർമാൻ സ്ഥാനത്തും ഒരു 8 മാസം കാലാവധി കഴിഞ്ഞിട്ടും ഇരുത്തി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് പറയാതെ മാന്യമായ ഒരു യാത്രയപ്പ് പോലും കൊടുക്കാതെ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതിലുള്ള സങ്കടം കാരണം കൊണ്ട് അദ്ദേഹം ഈ ഇടതുപക്ഷം വിട്ട് ഈ കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് ചെന്നു ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാർട്ടി അനുഭവിച്ചേ മതിയാവൂ. അപ്പോൾ ഈ സ്ഥാനം മോഹിച്ച് വരുന്നവരുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ മാഷ് പറഞ്ഞ കാര്യം ശരിയാണ്. ഇനി സച്ചിദാനന്ദ മാഷക്ക് മാത്രമല്ല കേട്ടോ ഈ മാർക്സിസ്റ്റ് പാർട്ടി നശിച്ച് കാണുന്നതിനുള്ള സങ്കടമുള്ളത്. നമ്മുടെ കാരാശ്ശേരി മാഷുണ്ടല്ലോ, അദ്ദേഹത്തിന് ഈ പാർട്ടി നശിക്കുന്നതിൽ വലിയ സങ്കടമാണ്. ഇനി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഈ പാർട്ടി നശിച്ചു പോകും. അതിന് വേറൊരു കാരണം കൂടെ അദ്ദേഹം കാണുന്നുണ്ട്. ഇനി കോൺഗ്രസിന് അധികാരം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് നശിച്ചു പോകും. കാരണം അവരെ ഒന്നടങ്കം നേരെ പോയിട്ട് BJPയിൽ ചേരുത്രേ. അതുകൊണ്ട് UDF അധികാരത്തിൽ വരണമെന്നാണ് കാരാശ്ശേരി മാഷയുടെ ആഗ്രഹം. പിന്നെ കൽപ്പറ്റയിലേതോ ഒരു നാരായണൻ മാഷ് ഒരു കവിയുണ്ട്, അദ്ദേഹത്തിന് ഇടതുപക്ഷം ഇല്ലെങ്കിലും പാലം പണിയും റോഡ് പണിയും നടക്കും എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. അതുകൊണ്ട് ഇടതുപക്ഷം തുടരേണ്ടതില്ല, UDF അധികാരത്തിൽ വരണമെന്നാണ് ഈ കവിയുടെ ആഗ്രഹം. അങ്ങനെ പൊതുവെ നോക്കുകയാണെങ്കിൽ ഈ ബുദ്ധിജീവി വർഗം ഇത്തവണ ഒന്നടങ്കം ഈ സതീശൻ സാർ പറഞ്ഞിരുന്നു, ഇടതുപക്ഷ സന്തത സഹചാരികളെ കണ്ടാൽ നന്നായി ഒന്ന് ചിരിച്ചോളെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചിരിയിൽ ഇവരൊക്കെ വീണവരൊക്കെ ഇപ്പോൾ UDFിന്റെ കൂടെയാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും സതീശൻ വിസ്മയങ്ങൾ തീർക്കുകയാണ്. അത് പാലക്കാട് വെച്ച് ഈ നമ്മുടെ VS അച്യുതാനന്ദനെ പോലെയുള്ള ഒരാളുടെ PA കുറേ കാലം കൂടെ നടന്ന ആള് പെട്ടെന്നൊരു ദിവസം ഇവിടുത്തെ ഇടതുപക്ഷം സതീശനാണെന്നുള്ളൊരു ബോധ്യം വന്നതിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ സതീശൻ്റെ ഷാള് സ്വീകരിച്ച് അദ്ദേഹം ഇടതുപക്ഷത്ത് ചേർന്നു അത്രേ. പക്ഷേ പാർട്ടിയിലൊന്നും മെമ്പർഷിപ്പ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഞാൻ നല്ല അസൽ ഇടതുപക്ഷക്കാരനായിട്ട് നിങ്ങളുടെ കൂടെ നിന്നോളാം, പക്ഷെ മലമ്പുഴയിൽ മത്സരിക്കാൻ ഒരു സീറ്റ് വേണം, അത്രയേ ഉള്ളൂ, ചെറിയൊരു ഡിമാൻഡേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം UDFകാരനായി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താ ഇനിയിപ്പോൾ ഈ ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വന്നുള്ള കുഴപ്പമെന്നറിയോ നിങ്ങൾക്ക്? അത് ഞാൻ പറഞ്ഞു തരാം. നമുക്കറിയാം, കേരളം ഉണ്ടായതിന് ശേഷം പല മുന്നണികളും മാറി മാറി അതിൽ ഇന്ന് UDFിലുള്ള കക്ഷികൾ ഇടതുമുന്നണിയിലുള്ളവർ വലതുമുന്നണിയിലുമായി പല മുന്നണികളും ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നു. പ്രധാനമായും UDFും ഇടതുപക്ഷവും ഇന്ന് കാണുന്ന രീതിയിൽ ഏതാണ്ട് ഒരു 10-30 വർഷമായി ഇവിടെ മാറി മാറി മത്സരിക്കുന്നുണ്ട്. എന്നാൽ 2016 മുതൽ 2026 ഇന്ന് വരെ ഏതാണ്ട് തുടർച്ചയായി 2 ഗവൺമെന്റുകൾ ഇടതുപക്ഷത്തിൻ്റെ ഇവിടെ ഭരിച്ചു എന്നുള്ള അതിവിചിത്രമായ ഒരു കാര്യമാണ് 2021 സംഭവിച്ചത്. അതുകൊണ്ട് കേരളത്തിന് ചില ഗുണങ്ങളുണ്ടായി എന്നുള്ളതാണ് സത്യം. അതെന്തായിരുന്നു എന്ന് നോക്കാം. ഒരു തുടർഭരണം ഇവിടെ വരരുത് എന്നതുകൊണ്ട് ഈ ബുദ്ധിജീവികൾ ഉദ്ദേശിക്കുന്നത് എന്താണ്?
കഴിഞ്ഞ 10 വർഷമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇനി ഇവിടെ തുടരേണ്ടതില്ല. 2016 മുമ്പുള്ള UDF ഭരണകാലത്തെ ആ വികസന പരിപാടികളും നയപരിപാടികളും ഒക്കെ തുടർന്നു പോകുന്നതാണ് കേരളത്തിന് നല്ലത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ ഇടതുപക്ഷം കേരളത്തിനോട് ചെയ്ത ചതി എന്തെല്ലാമായിരുന്നു എന്നൊന്ന് നമുക്ക് നോക്കണ്ടേ. ദേശീയപാത വികസനം നടന്നു. മുടങ്ങിക്കിടന്ന ഇവിടുന്ന് നാഷണൽ ഹൈവേ ഓഫീസ് പൂട്ടിപ്പോയ, ഉമ്മൻചാണ്ടി കാലത്ത് പൂട്ടിപ്പോയ, അവരെ തിരിച്ചു വിളിച്ചു കൊടുന്ന് ഏതാണ്ട് 6000 കോടി രൂപ കിഫ്ബി ഫണ്ട് കൊടുത്ത് ഇവിടുത്തെ തെക്ക് വടക്ക് ദേശീയപാത അതിവേഗം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഇനി ഇവിടെ തുടരേണ്ടതില്ല എന്നാണ് ഈ ബുദ്ധിജീവികൾ പറയുന്നത്. വീണ്ടും തുടർഭരണം വന്നു കഴിഞ്ഞാൽ ഈ റോഡ് നിർമ്മാണമൊക്കെ ഇനിയും നടക്കും. അത് കേരളത്തിന് പറ്റുന്നതല്ല എന്നാണ് ബുദ്ധിജീവികൾ പറയുന്നത്. മറ്റൊരു വികസനം നടന്നത് എന്താണ്? ഗെയിൽ പൈപ്പ് ലൈന്, ഗ്യാസ് പൈപ്പ് ലൈന്. അതും പൂട്ടിപ്പോയതാണ് ഓഫീസ്. അതിവിടെ നടപ്പിലാക്കി. അതിവിടെ നടപ്പിലാക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഈ ബുദ്ധിജീവികൾ പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരുപാട് കല്ലിട്ട് വെക്കൽ നടന്നു. ആ കല്ലിട്ട് വെച്ചിടത്തൊക്കെ പണിത് പൂർത്തിയാക്കിയത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി സർക്കാരാണ്. അപ്പൊ കല്ലിട്ട ആളാണോ കേമൻ, ഈ പണിത ആളാണോ കേമൻ എന്നുള്ളത് ഈ ബുദ്ധിജീവികളോട് ചോദിച്ചാൽ പറയും ആ കല്ലിട്ട ആളാണ് കേമൻ. ആ കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്നാണ് ഈ ബുദ്ധിജീവികൾ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, സ്വന്തമായ ഒരു ഇന്റർനെറ്റ്, കേരളത്തിൻ്റെ സ്വന്തം K-ഫോൺ എന്ന് പറഞ്ഞ് ചെറിയ തോതിലാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇപ്പം എല്ലായിടത്തും സാർവത്രികമായി എല്ലാ വീട്ടിലും ഒന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും സ്വന്തമായി ചുരുങ്ങിയ ചെലവിൽ വളരെ സാധാരണക്കാരുടെ വളരെ പാവപ്പെട്ട വീടുകളിലൊക്കെ സൗജന്യമായി ഈ ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്ന ഒരു സ്കീം തുടങ്ങി വെച്ചു. അത് ചെയ്യാൻ പാടില്ല, അത് മഹാ അപരാധമാണ്, അത് വലിയൊരു നഷ്ടക്കച്ചവടമാണെന്നാണ് ഈ ബുദ്ധിജീവികൾ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് UDF ഭരണകാലത്തേക്ക് തന്നെ തിരിച്ചു പോകണം. ഇനി അടുത്തതോ, കിഫ്ബി എന്ന ഒരു പ്രസ്ഥാനം തുടങ്ങി 1,00,000 കോടിയുടെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. അടച്ചുപൂട്ടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ വലിയ തോതിൽ കെട്ടിടങ്ങൾ പണിതു. ആരോഗ്യരംഗത്ത് ആസ്പത്രികൾ പണിതു. അവിടെയൊക്കെ നല്ല കെട്ടിടങ്ങൾ വരുന്നു. സ്കൂളുകളൊക്കെ നല്ല സ്മാർട്ട് സ്കൂളുകളാക്കി മാറ്റി, സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റി. അവിടെ നിന്ന് കൊഴിഞ്ഞുപോയ ഏതാണ്ട് 5 ലക്ഷത്തിൽ പരം കുട്ടികളൊക്കെ തിരിച്ചു വന്ന് ഈ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കാൻ തുടങ്ങി. ശുദ്ധ തെമ്മാടിത്തരമാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തത്. അതൊക്കെ തെറ്റായ ഒരു പരിപാടിയാണ്. അതൊക്കെ പൂട്ടിയിട്ട് വീണ്ടും സ്വകാര്യവൽക്കരണത്തിലേക്ക് മടങ്ങണമെന്നാണ് ഈ ബുദ്ധിജീവികൾ പറയണത്. അതുകൊണ്ട് LDF തുടരേണ്ടതില്ല, നമുക്ക് UDF ഭരണത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് നമ്മുടെ ഈ ബുദ്ധിജീവികൾ പറയണത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ക്ഷേമ പെൻഷൻ ഉണ്ടല്ലോ, ക്ഷേമ പെൻഷൻ. വളരെ പാവപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞ കുറേ പാവങ്ങൾക്ക്, വയസ്സായവർക്ക് ജീവിത കാലഘട്ടത്തിൽ വലിയ തുകയൊന്നും ആയിരിക്കില്ല. ഒരു മരുന്ന് വാങ്ങാനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പേരക്കുട്ടികൾക്ക് ഒരു മിഠായി വാങ്ങിച്ചു കൊടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ധൈര്യത്തിന് തൻ്റെ കയ്യിൽ ഒരു മാസം ഒരു 2000 രൂപ സർക്കാർ തരുന്നതുണ്ട് എന്നുള്ള ഒരു അഭിമാന ബോധം സൂക്ഷിക്കാനായിരിക്കാം, ജീവിത സായാഹ്നത്തിൽ ഒരു സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെ ബോധ്യം നൽകാനായിരിക്കാം. 2000 രൂപ ഈ ഇടതുപക്ഷ സർക്കാർ കൃത്യമായിട്ട് ഇടയ്ക്ക് വെച്ച് ചെറിയ ഒരു തുക, ഒരു കുടിശ്ശികയൊക്കെ വരുത്തിയെങ്കിലും ഇപ്പോൾ അത് പക്കയായിട്ട് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതും ശുദ്ധ തെമ്മാടിത്തരമാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഒരു 600 രൂപ കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടി കുറേ കാലം പെൻഡിങ് വെച്ചതാണ്. ആ കാലത്തേക്ക് കേരളം തിരിച്ചു പോകണമെന്നാണ് നമ്മുടെ ഈ ബുദ്ധിജീവി വർഗം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ UDFനെ തിരിച്ചു വിളിക്കൂ, ഇവരെ പ്രതിപക്ഷത്തിരുത്തൂ എന്നാണ് ബുദ്ധിജീവികൾ പറയുന്നത്. ഇനിയോ നമ്മുടെ ആസ്പത്രികളൊക്കെ 2016 മുമ്പ് ഏതാണ്ട് സ്ഥിതിയൊക്കെ നമുക്കറിയാം. ആ കാലത്തുണ്ടായിരുന്നത്, ആ കാലത്തെ മാധ്യമങ്ങൾ വിഷ്വൽ മീഡിയ ഒക്കെ എടുത്ത് അന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്തു നോക്കണം. പക്ഷെ ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ബിൽഡിങ്ങിൻ്റെ ഒരു മേൽക്കൂര ഒന്ന് ഇടിഞ്ഞു വീഴും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അപകടം ഉണ്ടാവും, അതെങ്കിലും ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെറുതായി മുടങ്ങും, അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിലും 2016 മുമ്പുള്ളൊരു കാലവും ഇന്നും ഉള്ള ഒരു കാലവും തമ്മിലുള്ള വ്യത്യാസം ആസ്പത്രികളിൽ പോയാലേ കാണുള്ളൂ. കാരണം ഇപ്പോൾ അവിടെ വലിയ തിരക്കാണ്. ആ തിരക്ക് കൊണ്ട് മാത്രം നിറയെ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. മനുഷ്യനറിയാം അവിടെ പോയ ചെലവ് ചുരുങ്ങിയ ഒരു ആരോഗ്യ സംരക്ഷണം കിട്ടുന്നത്. പണ്ട് ആസ്പത്രിക്ക്, ഗവൺമെൻറ് ആസ്പത്രിക്ക് ആരും പോയിരുന്നില്ല. അവിടെയാണ് ഇപ്പോൾ ജനം ഒഴുകിയെത്തുന്നത്. പണമുണ്ടോ പണമില്ല എന്നൊന്നും അറിയില്ല. ജനം നേരെ പോകുന്നു, ടോക്കൺ എടുക്കുന്നു, അവിടെ പോയി മണിക്കൂറുകളോളം കാത്തു നിന്നാലാണ് ചിലപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. എങ്കിലും ചെലവ് ചുരുങ്ങിയ ഒരു ചികിത്സ ഇന്ന് ലഭ്യമാണ്.
അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല, സ്വകാര്യ മേഖലയ്ക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ ഈ കാര്യങ്ങളെ മാറ്റിയെടുക്കണമെന്ന് ഈ ബുദ്ധിജീവികൾ പറയുമ്പോൾ നമ്മൾ കേൾക്കണ്ടേ, അതനുസരിക്കണം എന്നാണ് ഈ ബുദ്ധിജീവികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ UDF അധികാരത്തിൽ കൊണ്ടുവരണമെന്നാണ് ഈ ബുദ്ധിജീവികൾ അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗവൺ സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് നമ്മുടെ കേരളത്തെയാണ്. അങ്ങനെയൊക്കെ പുരോഗമനം നേടാൻ പാടുമോ? അത് പാടില്ല. അങ്ങനെയാണ് 2016 മുമ്പുള്ള ഒരു കേരളത്തിലേക്ക് നമ്മൾ പഴയ കടലാസും ഫയൽ സിസ്റ്റവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പഞ്ചായത്തിലോ വില്ലേജിലോ ഒക്കെ നികുതി അടയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ സ്മാർട്ട് അങ്ങനെയുള്ള ചില ആപ്പുകൾ വഴി വീട്ടിലിരുന്ന് തന്നെ നമുക്ക് പോവാം. ഇപ്പോൾ ഈ പഞ്ചായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ ഒന്നും കയറി ഇറങ്ങേണ്ട കാര്യമില്ല. അത് പറ്റില്ല, അങ്ങനെ പറ്റില്ല. നമുക്ക് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയി ആ UDF കാലത്ത് പോലെ നമ്മൾ അവിടെ പോയി ക്യൂ നിന്ന് വലിയ തിക്കും തിരക്കും ഒക്കെ ഉണ്ടാക്കി ഈ കൈക്കൂലിയൊക്കെ കൊടുക്കുന്ന ഒരു കാലത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടതില്ലേ എന്നാണ് ബുദ്ധിജീവികൾ പറയുന്നത്. അല്ലെങ്കിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി നശിച്ചു പോകും എന്നുള്ള ഒരു വലിയ വേവലാതിയാണ് ഇവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ UDF തന്നെ അധികാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നു. അങ്ങനെ ഇനി പറയാൻ നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്ര മാത്രമല്ല ഈ ഗവൺമെന്റ് ചെയ്യുന്ന അപരാധം, ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്ന അപരാധം. അവർ ഈ 30 വയസ്സിനും 55 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള ഈ സ്ത്രീകളുണ്ടല്ലോ, വീട്ടമ്മമാരായ സ്ത്രീകൾ, മറ്റൊരു പെൻഷനും കിട്ടാത്ത പാവപ്പെട്ടവരായ ചില സ്ത്രീകൾക്ക് 1000 രൂപ മാസം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത്രേ. അതുമാത്രമല്ല, ഈ പഠിച്ചിട്ട് ജോലിയൊക്കെ കിട്ടാൻ വേണ്ടി ട്രെയിനിങ്ങും മറ്റുമൊക്കെ നടക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ അവർക്കും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതൊക്കെ ശുദ്ധ തെമ്മാടിത്തരം എന്നല്ലാതെ എന്താ പറയുക? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് എന്നാണ് നമ്മുടെ ഈ ബുദ്ധിജീവികൾ പറയുന്നത്. ഇതിനൊക്കെ പുറമെ ഈ ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം ഏതാണ്ട് സൗജന്യമാക്കുക എന്നുള്ള ഒരു കടുങ്കൈ കൂടി ഈ ഇടതുപക്ഷം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇനി നോക്കിയിരിക്കാനേ കഴിയില്ല. ഒരു നിമിഷം ഈ ഗവൺമെന്റിനെ തുടരാൻ അനുവദിച്ചുകൂടാ എന്ന് മാത്രമാണ് ഈ ബുദ്ധിജീവികൾ നമ്മളെ പോലെ തീരെ ബുദ്ധിയില്ലാത്തവരോട് പറഞ്ഞു തരുന്നത്. അത് നമുക്ക് ഈ ബുദ്ധിയുള്ള വർഗം പറയുമ്പോൾ കേട്ടല്ലേ മതിയാകൂ. അതുകൊണ്ട് ഈ ബുദ്ധിജീവികൾക്ക് വലിയൊരു നമോവാകം എന്ന് പറയട്ടെ. നന്ദി, നമസ്കാരം. ഇത്തരം തമാശകൾ ഇനിയും തുടരേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. അതുകൊണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നന്ദി, നമസ്കാരം.